ഹായ് ഹലോ നമസ്കാരം. ഞാൻ ലത പഴവിള. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ആര്യനാട് ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ പുരുഷ പൊങ്കാല മഹോത്സവത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങളെ മുന്നേ കാണിക്കുന്നത്. കാരണം നമുക്ക് സ്ത്രീകൾക്ക് ഒരുപാട് ദേവീക്ഷേത്രങ്ങളുണ്ടല്ലേ, പോയി പൊങ്കാലയിടാം. അപ്പോൾ പുരുഷന്മാർക്ക് പൊങ്കാലയിടാൻ നമ്മളെ ശാസ്താ ക്ഷേത്രമാണ് ഏറ്റവും അനുയോജ്യമായ ഒരു വേദി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവരുടെ പൊങ്കാല നമുക്കും എൻ്റെ ബ്ലോഗിലൂടെ കുറച്ച് പേർക്ക് എങ്കിലും കാണിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ മോനും എൻ്റെ ഭർത്താവും 2 വർഷത്തേക്ക് മുന്നേ ഇവിടെ വന്ന് പൊങ്കാല ഇട്ടിരുന്നു. അപ്പോൾ ഈ വർഷം പൊങ്കാല ഇടാനുള്ള പറ്റിയില്ല. അപ്പോൾ അന്ന് ഞാൻ ബ്ലോഗ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വർഷം ഒന്ന് ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും വിചാരിച്ചല്ല ബ്ലോഗ് ചെയ്യാമെന്നത്. പക്ഷേ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കെ നമ്മളെ സ്ത്രീകളെ വേദനിപ്പിക്കുന്ന ഒരു സംസാരം വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പൊങ്കാല സമയത്ത് സ്ത്രീകളെ ഈ പരിസരത്തോട്ടേ പാടില്ല. അന്നത്തെ ദിവസം സ്ത്രീകളെ മൊത്തത്തിൽ ഒഴിവാക്കി പുരുഷന്മാരെ മാത്രം വെച്ച് പൊങ്കാല ഇടുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ കാര്യം. കാരണം അതൊന്ന് അമ്പല കമ്മിറ്റി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കാരണം അന്ന് പുരുഷന്മാരെ മാത്രം വച്ചുള്ള പൊങ്കാല മാത്രം ചെയ്യേണ്ടത് നന്നായിരിക്കും. അത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ അമ്പല കമ്മിറ്റിക്കാരൊന്നും നോക്കേണ്ടതാണ്. കാരണം ഒരു സ്ത്രീകളെ അത് സംസാരിക്കുന്നത് അത് ഒരു മോശമായി ഇത്രയും പേര് നിൽക്കുമ്പോൾ ഒരു സ്ത്രീ വീഡിയോ എടുത്തുകൊണ്ട് റോട്ടയാണ് പോയത്. അപ്പോൾ അവരത് മോശമായി സംസാരിക്കുന്നത് ശരിയല്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ 10 പേരുണ്ടെങ്കിൽ 10 പേര് ഒരുപോലെ അല്ലല്ലോ. അങ്ങനെയും കരുതി നമുക്ക് വീഡിയോ എടുക്കാമല്ലേ. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. അവർക്ക് നല്ലൊരു കാര്യമാണ്. കാരണം അവർക്ക് ഒരുപാട് വിഷമങ്ങളും പുരുഷന്മാർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ പറയാനുള്ളൊരു സ്ഥലമാണ് നമ്മളെ പുരുഷ പൊങ്കാല എന്നൊരു കാണാനും ഒരു മഹത്വമായ കാര്യം. നമ്മളെല്ലാവരുടെയും വീട്ടിലും പുരുഷന്മാരുണ്ട്. അപ്പോൾ എല്ലാ പുരുഷന്മാരെയും ബഹുമാനിച്ച് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. പിന്നെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു. ഞാനും മോനും കൂടെയാണ് വന്നിരുന്നത്. ഞാനും മോനും സന്തോഷമായി തിരികെ പോന്നു. ശ്രീമതി ശൈലജ, ശ്രീമതി ജയലക്ഷ്മി, ശ്രീമതി പത്മ സെൽവം എന്നിവർ ആലപിക്കുന്ന ഭക്തിഗാനം ഉടൻ ആരംഭിക്കുന്നതാണ്. കാണാം.
ഓ ഓ കോട്ടയിലേ പോണേ ഞാൻ എൻ്റെ ഇടയ്ക്ക് കയറിയില്ലല്ലോ. കോട്ടയിലേ പോണേ ഞാൻ വീഡിയോ അല്ലേ ചെയ്യണേ. ഓ ശത്രുവിനാശനം ആത്മനിഷ്ഠപ്രകാരം ശാസ്താരം പ്രണമാമ്യഹം പാണ്ഡ്യേശവംശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണം പരം ദേവം ശാസ്താരം പ്രണമാമ്യഹം നിത്യം ശുദ്ധപടേന്മരാ മോഹൻ ത്രിവേണിയൊക്കെ ചുറ്റിപ്പാറ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് ചുറ്റിപ്പാറ സ്റ്റോറി ചെയ്തിട്ട് പൊങ്കാലിട്ടിട്ടുണ്ട്.